പണ്ട് കാലങ്ങളിലെ കല്യാണം എന്ന് പറയുന്നത് അതിലുണ്ടായിട്ടുള്ള മ്യൂസിക്കുകൾ, ചെണ്ടമേളങ്ങൾ, വാദ്യങ്ങൾ, അങ്ങനെയുള്ള മ്യൂസിക് പരിപാടികളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് DJ പ്രാധാന്യം കൂടി എന്നുള്ളതാണ്. ഒരു ഫോം പാർട്ടി നടത്തുകയാണെങ്കിലും അതിൽ DJ വേണം. പണ്ട് അങ്ങനെയല്ല, ചെണ്ടമേളങ്ങളും വാദ്യങ്ങളും പണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു സംഗീത വിരുന്നുകളൊക്കെ നടന്നിട്ടുള്ളത്. ഇന്നിപ്പം അതിൽ ജെൻസി പിള്ളേരുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേനും ഓരോ പുതിയ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുള്ള മ്യൂസിക് ഫ്യൂഷനുകളാണ് നടക്കുന്നത്. അതിനിടയിൽ നന്ദഗോവിന്ദം ഭജൻസ് ആസ്വദിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ഫാൻസുകളുണ്ട്. ഇപ്പം ഞാനൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര എനിക്കിഷ്ടമാണ് ആ നന്ദഗോവിന്ദത്തിൻ്റെ മ്യൂസിക് ഫ്യൂഷൻസുകളൊക്കെ കേൾക്കാൻ. സോഷ്യൽ മീഡിയയിൽ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഭക്തിഗാനങ്ങൾ എല്ലാം കൂടി ഇന്നത്തെ ന്യൂജൻ സ്റ്റൈലിലേക്കും കൂടിയാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആസ്വാദകർ കൂടാനുള്ള പ്രധാന കാര്യം അതിൽ കണ്ടന്റും മറ്റു കാര്യങ്ങളും പുതിയ ഉപകരണങ്ങളുടെയും പഴയ ഉപകരണങ്ങളുടെയും മിക്സഡ് വേർഷൻ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കല്യാണമായാലും എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും പണ്ടത്തെ ട്രഡീഷണലുകളെ മാറ്റി നിർത്തിയിട്ടില്ല. പണ്ടത്തെ ട്രഡീഷണലുകളും ഇപ്പോഴത്തെ മോഡേൺ കൾച്ചറും കൂടി കൂടിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്.